ഇതാ നേപ്പാൾ പ്രധാനമന്ത്രി രാജിവെച്ചു. കെ.പി. ശർമ്മ ഒലി രാജിവെച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ഈ നിമിഷം വരുന്നത്. നമുക്ക് അതിന്റെ വിവരങ്ങൾ തേടാം. ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലഗോപാൽ, പ്രതീക്ഷിക്കപ്പെട്ട തന്നെയാണ്, അവിടുത്തെ സൈന്യത്തിന്റെ മേധാവി തന്നെ ആവശ്യപ്പെട്ടാണ് രാജ്യം വിടണം, സ്ഥാനം ഒഴിയണമെന്ന്. അപ്പോൾ അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞ് രാജ്യം വിടുന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ദിവിഷ, ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് നേപ്പാൾ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി ഈ പ്രധാനമന്ത്രി പദവി രാജിവെച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ അദ്ദേഹം രാജിവെക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നേപ്പാൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി അല്പസമയം മുമ്പ് അദ്ദേഹം ഈ പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കാരണം ഇന്ന് രാവിലെ ഈ ഒലി ശർമ്മയുടെ മന്ത്രിസഭയിലെ പല അംഗങ്ങളും ഈ രാജിവെച്ചിരുന്നു. മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് പിന്തുണ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നേപ്പാൾ പാർലമെന്റിലെ പല എംപിമാരും കൂട്ടരാജി, അതായത് പല എംപിമാരും തങ്ങളുടെ രാജിക്കത്ത് ഈ സർക്കാർ ഗവർണർ രാജിക്കത്ത് കൈമാറുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കെ.പി. ശർമ്മ ഒലി ഈ പ്രധാനമന്ത്രി പദവി രാജിവെച്ചു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് സൈന്യവും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം അങ്ങനെ രാജിവെക്കുകയാണെങ്കിൽ രാജ്യത്ത് നിന്ന് സുരക്ഷിതമായി പുറത്തേക്ക് പോകുന്നതിനുള്ള ഒരു പാത അദ്ദേഹത്തിന് നൽകുമെന്ന് സൈന്യം വ്യക്തമാക്കിയിരുന്നതായും സൈന്യം അദ്ദേഹത്തെ അറിയിച്ചിരുന്നതായും ഒക്കെ ഉള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. തുടർച്ചയായി രണ്ടാം ദിവസമാണ് ഇന്ന് കാഠ്മണ്ഡുവിൽ ഭീകരമായ തോതിലുള്ള ഈ തെരുവ് യുദ്ധത്തിന് സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ അരങ്ങേറിയിരുന്നത്. നേപ്പാൾ പാർലമെന്റിലേക്ക് പ്രതിഷേധക്കാർ ഇരച്ചു കയറുകയും അവിടെ ഒരു ഭാഗം തീയിടുകയും ഒക്കെ ചെയ്തിരുന്നു. രാജ്യാന്തര മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിന്റെ ദൃശ്യങ്ങളും മറ്റും പുറത്തുവിടുകയും ചെയ്തിരുന്നു. കെ.പി. ശർമ്മ ഒലിയുടെ സ്വകാര്യ വസതിക്ക് നേരെയും ഇന്ന് രാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ബി ബാലഗോപാൽ പങ്കുവച്ചത്. നേപ്പാൾ പ്രധാനമന്ത്രി കെ.പി. ശർമ്മ ഒലി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുന്നതാണ് ഏറ്റവും